ക്ഷേത്രത്തില് ഒരു തന്ത്രിക്ക് ഒരു ക്ഷേത്രത്തിൽ ചൈതന്യം വരുത്താനുള്ള കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ, ഒരു ക്ഷേത്രത്തിലെ ഒരു വിഗ്രഹത്തിൽ നിങ്ങൾക്ക് ആ ചൈതന്യത്തെ കൊണ്ടുവരാനുള്ള കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ, ഇവിടെ ഇരിക്കുന്ന ഓരോ അമ്മമാർക്കും ആ കഴിവുണ്ട്. കഴിവുണ്ടാക്കി മാറ്റാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കും എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത്. കാരണം ഭഗവാൻ ഈ സ്നേഹത്തിന്റെ ഒരു ദൗർലഭ്യത നല്ലോണമുണ്ട്. ഏറ്റവും നല്ലൊരു അമ്മയുടെ മകനായിട്ട് ജനിക്കുന്നു, ആ അമ്മയെ ജനിച്ച പാടെ ഉപേക്ഷിക്കേണ്ടി വരുന്നു. രണ്ടാമത് കിട്ടുന്നത് ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും നല്ല അമ്മ, ദ ബെസ്റ്റ് മദർ ഇൻ ദ വേൾഡ്. ഏതൊരു ഭഗവാനെ കിട്ടാനാണോ ബ്രഹ്മനും ഇന്ദ്രനും യോഗിമാരും തപസ് ചെയ്യുന്നത്, ആ ഭഗവാനെ ഒരമ്മ പുറകിലിട്ട് ഓടിക്കുന്നു, അവിടെ നിൽക്കണമെന്നുണ്ട്. ഏതൊരു ഭഗവാനെ കെട്ടിടാനാണോ എത്രയോ യോഗിമാര് വർഷങ്ങളോളം തപസ് ചെയ്യുന്നത്, അങ്ങനെ ഒരു ഭഗവാനെ ഒരല് കെട്ടിയിടുന്നു. ലോകത്തിലുള്ള സകല ചരാചരങ്ങളും ഭയക്കുന്ന ഏതൊരു ഭഗവാന്റെ കണ്ണിന്റെ കൃഷ്ണമണിക്ക് അനുസരിച്ചിട്ടാണോ സൂര്യചന്ദ്രന്മാര് പോലും ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നത്, ആ ഭഗവാനെ ഉണ്ണി വാ പൊത്ത് എന്ന് പറയുമ്പോൾ ആ ഉണ്ണിയെ കൊണ്ട് വാ പൊത്തിക്കാൻ സാധിക്കുന്നു. അങ്ങനെ ഒരു അമ്മയെ കിട്ടി. ആ അമ്മയുടെ കൂടെ ഭഗവാൻ 11 വർഷക്കാലം മാത്രമാണ് ജീവിക്കുന്നത്. 11ാമത്തെ വയസ്സ് 10 വയസ്സ് കഴിഞ്ഞ സമയത്താണ് ഭഗവാൻ കംസനെ വധിക്കുന്നത്. ആ ഭഗവാൻ ആ അമ്മയുടെ അടുത്തുനിന്ന് പോകുന്ന സമയത്ത് ആ അമ്മയിലേക്ക് തീർച്ചയായിട്ടും ഈ പ്രഭാഷണത്തിന്റെ അടുത്തേക്ക് നമുക്ക് തിരിച്ചു വരാം. ആയിട്ടുള്ള ദേവകി വസുദേവന്മാരെ കാണാൻ ഭഗവാൻ പോവാണ്. ഭഗവാൻ പോയി കംസനെ വധിച്ചു എന്നുള്ളത് അച്ഛനെ അമ്മേനെ അറിയിക്കൂ എന്ന് പറഞ്ഞൊരു ദൂതനെ പറഞ്ഞയച്ചു. അമ്മയും അച്ഛനും തന്നെ വരുന്നത്, തന്നെ സ്വീകരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. പുറത്ത് കൊട്ടാരത്തിന്റെ പുറത്ത്, അല്ലെങ്കിൽ കാരാഗ്രഹത്തിന്റെ പുറത്ത്, എവിടെ വെച്ചാലാണ്. ഭഗവാൻ കുറ്റബോധമുണ്ട്, ഏറ്റവും നല്ലൊരു അമ്മയെ ഉപേക്ഷിച്ചിട്ടാണ് വന്നുള്ളത്. പക്ഷെ പ്രതീക്ഷയുണ്ട്, ഇവിടെ ഉള്ള അമ്മയ്ക്ക് ചിലപ്പോ ആ അമ്മയുടെ അത്ര ഇല്ലെങ്കിൽ പോലും എന്നെ നന്നായി നോക്കാൻ പറ്റുമായിരിക്കും. ഇനി ഈ അമ്മയുടെ സ്നേഹം ഞാൻ കുറച്ചു കാലങ്ങൾ അനുഭവിക്കട്ടെ ഈ എന്റെ ജീവിതത്തിൽ. ഇപ്പൊ എന്റെ അമ്മ എന്നെ വന്ന് കെട്ടിപ്പിടിക്കും, ഇപ്പൊ എന്റെ അമ്മ